നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് ട്രേഡ് എടുത്തിരുന്നു. നമ്മൾ നെറ്റ് പ്രോഫിറ്റിലാണ് ഇന്നുള്ളത്. നമ്മൾ അതിൻ്റെ വിശകലനത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നിങ്ങൾ കമൻ്റായി ചോദിച്ച കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ ഇതുവരെ തന്നിട്ടില്ല. ആ മറുപടികളെല്ലാം കൂടെ ഈ വീഡിയോയുടെ ആദ്യം ചെയ്തുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ടെക്സ്റ്റായിട്ട് മറുപടി തന്നാൽ അത് ചോദ്യം ചോദിച്ച വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകും. എന്നാൽ ഈ വീഡിയോയിൽ തന്നെ ഒരു മറുപടി പറയുവാണെങ്കിൽ മറ്റുള്ളവർക്കും പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യം, ഓർഡർ ബ്ലോക്ക് വാലിഡ് ആകണമെങ്കിൽ അത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം എന്നുണ്ടോ, അതോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായാൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഇന്നലെ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ന് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവിടുന്ന് വീണ്ടും റിജക്ഷൻ സംഭവിച്ചു. നമ്മൾ ഈ ഏരിയയിൽ എൻട്രി എടുത്തിട്ടില്ല. നമ്മൾ എൻട്രി എടുത്തത് 11:50 കൂടിയാണ്. ഈ 11:50 കൂടി നോക്കുമ്പോൾ അതിന് മുന്നേ 2 തവണ ഇതേ പ്രൈസിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പുള്ള് താഴത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും തിരിച്ചവിടെ വരുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രീവിയസ് ഡേ തന്നെ അതൊരു ഓർഡർ ബ്ലോക്കായിട്ട് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ളത് കൊണ്ടും, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് താഴത്തേക്ക് മൂവ് ചെയ്തപ്പോൾ ഇത് ഇവിടുത്തെ ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ടില്ല എന്നതുകൊണ്ടും, വീണ്ടും ഇവിടെ വന്ന് ലിക്വിഡേഷൻ എടുത്താൽ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ വീഴും എന്ന ഒരു തോന്നലിൻ്റെ പുറത്താണ് നമ്മളവിടെ എൻട്രി എടുത്തത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതെല്ലാം എല്ലായ്പ്പോഴും വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലാം വർക്ക് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതായത് ഇന്ന് ഓർഡർ ബ്ലോക്ക് നമ്മൾ വർക്ക് ചെയ്തു കണ്ടു, ഇനി നാളെ അതേ ഓർഡർ ബ്ലോക്ക് അതേ സ്ഥാനത്ത് വർക്ക് ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഫസ്റ്റ് ടൈം വന്ന് ഹിറ്റ് ചെയ്തു, നല്ല പുഷ് താഴത്തേക്ക് വന്നു, വീണ്ടും വന്ന് ഹിറ്റ് ചെയ്തു, നല്ല പുഷ് താഴത്തേക്ക് വന്നു. ഇവിടെ വീണ്ടും വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് വേണമെങ്കിൽ ഇവിടെ ബയേഴ്സ് കൂടുതൽ വന്നാൽ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യാം. ഇന്നങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് നമുക്ക് താഴത്തേക്ക് തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ട്രേഡ് അത് ഏത് സ്ട്രാറ്റജി വെച്ച് നമ്മൾ എടുത്താലും അത് ഒരേ സമയം തന്നെ പ്രോഫിറ്റ് ആകാനും അതുപോലെ തന്നെ ലോസ് സംഭവിക്കാനുള്ള സാധ്യത ഒരേപോലെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ കണ്ടു, ട്രെൻഡ് ക്യാപ്ചർ ചെയ്യാൻ പോയിക്കഴിഞ്ഞാൽ ട്രെൻഡിങ് പാറ്റേൺസിൻ്റെ സക്സസ് റേഷ്യോ 54% ആണെങ്കിൽ റിവേഴ്സൽ പാറ്റേൺസിൻ്റെ സക്സസ് റേഷ്യോ 72% ആണെന്ന് ഒരു സ്ഥാപനം നടത്തിയ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കുറച്ചധികം വീഡിയോസിൽ അതിനെപ്പറ്റി റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. അപ്പോൾ 72% എന്ന് പറയുമ്പോൾ അത് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓർഡർ ബ്ലോക്ക് ബൈ ഡിഫോൾട്ട് അതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഈ ഓർഡർ ബ്ലോക്കിലേക്ക് ഇവിടെ നിന്ന് വന്ന് ഹിറ്റ് ചെയ്താൽ വീണ്ടും അവിടുന്ന് റിവേഴ്സായി ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ 50%-ലധികം എല്ലാ റിവേഴ്സൽ അല്ലെങ്കിൽ ട്രെൻഡിങ് പാറ്റേൺസിനും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇത് മോസ്റ്റ് ഹയസ്റ്റ് ആണ് റിവേഴ്സൽ പാറ്റേൺസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സക്സസ് റേഷ്യോ. അതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ബ്ലോക്കിന് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ എന്ന് പോലും ഇവിടെ നോക്കാതെ നമ്മളവിടെ എൻട്രി പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ എൻട്രി എടുത്തു, നമുക്ക് ടാർഗറ്റ് കിട്ടി. ഇനി എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഒരു നിർബന്ധവും ഇല്ല. ഓർഡർ ബ്ലോക്ക് ട്രേഡ് ചെയ്തിട്ട് ഒത്തിരി പേർക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലല്ല കാര്യം, നമ്മുടെ റിസ്ക് റിവാർഡിലാണ് കാര്യം. ഒപ്പം തന്നെ നമ്മുടെ വിൻ റേഷ്യോ കൂട്ടുന്നതിലല്ല കാര്യം, വിൻ റേഷ്യോ ഏറ്റവും കുറച്ച് വെച്ചുകൊണ്ട് റിസ്ക് റിവാർഡ് വെച്ചിട്ട് പ്രോഫിറ്റിൽ എത്താൻ പറ്റുന്നൊരു രീതി കണ്ടെത്തുന്നതിലാണ് കാര്യം. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ബിറ്റ്കോയിൻ ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും വേണമെന്ന് 1-2 വീഡിയോയിലായിട്ട് ഒരാൾ നിരന്തരം ചോദിക്കുന്നുണ്ട്. അതെന്തായാലും നമ്മൾ ചെയ്യണമെന്ന് ഓൾറെഡി അല്ലെങ്കിൽ തന്നെ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ന്യൂ ഇയറിലേക്ക് നമുക്ക് അതും കൂടെ ചെയ്തു തുടങ്ങാവുന്നതാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും ബിറ്റ്കോയിൻ്റെ ചാർട്ട് 24 അവർ റണ്ണിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഇല്ലെങ്കിൽ ഏതൊരു സ്ട്രാറ്റജിയും ചെയ്ത് പഠിക്കാനായിട്ട് അതിൻ്റെ ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും നമുക്ക് അതിൻ്റെ പുറത്ത് വീഡിയോ ചെയ്യാം. ബിറ്റ്കോയിനിൽ ഫോർവേഡ് ടെസ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, പിന്നെ വേറൊരാളുടെ ചോദ്യം,
OKX വാലറ്റിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് USDT കിടപ്പുണ്ട്. അത് ബിനാൻസിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നൊരു ചോദ്യം. ആ ചോദ്യം കണ്ടിട്ട് ആൾ മലയാളിയാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണെന്നോ തന്നെ നമുക്ക് തോന്നുന്നില്ല. മാത്രമല്ല നമുക്കതിനെപ്പറ്റി വലിയ പിടിപാടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അറിവില്ലാത്ത കാര്യമാണ്. അതിനെപ്പറ്റി ഒന്നും നമുക്ക് പറയാനില്ല. പിന്നെ ഉള്ളത്, ഇപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റ് ആയതുകൊണ്ടല്ലേ ഓർഡർ ബ്ലോക്ക് വർക്ക് ആകുന്നത്? ട്രെൻഡിങ് മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യില്ലല്ലോ, ഇല്ല വർക്ക് ചെയ്യാൻ സാധ്യതയില്ലല്ലോ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് കാണാവുന്നത്, ഇതിപ്പോൾ ഡൗൺ ട്രെൻഡിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് തന്നത്. ഇന്ന് വന്നിട്ട് വീണ്ടും ഡൗൺ ട്രെൻഡിങ്ങിലാണ് ക്ലോസിംഗ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, സ്റ്റിൽ ഇവിടം തൊട്ട് കണ്ടിന്യൂസ്ലി ഇത് ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ട്രെൻഡ് ഡൗൺ ആണ്, അല്ലെങ്കിൽ ഇതിന്ന് ഇപ്പോൾ സൈഡ് വേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്നത്തെ മാർക്കറ്റ് കണ്ടിട്ട്. അപ്പോൾ ഇത് ട്രെൻഡിങ്ങിലാണെങ്കിലും സൈഡ് വേസിലാണെങ്കിലും ഓർഡർ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഏതൊരു സ്ട്രാറ്റജിയും വർക്ക് ചെയ്യും. അപ്പോൾ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ അറിയാം, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. നമ്മൾ ഫസ്റ്റ് ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ എടുത്തില്ല, കാരണം ഈ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ആവുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളവിടെ എടുത്തില്ല. രണ്ടാമത് ഹിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ രണ്ടാമത് വരുമ്പോൾ നമുക്കിവിടെ കാണാം, ഈ ഫസ്റ്റ് ക്യാൻഡിൽ വെച്ചു, അതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നു. ദെൻ ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് ഈ ഓർഡർ ബ്ലോക്കിന് വന്ന് വീണ്ടും ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം വരുമ്പോൾ ഇത് മുകളിലേക്കൊരു ബ്രേക്ക് തരാനുള്ള സാധ്യത നമുക്കവിടെ തോന്നുന്നുണ്ട്. എന്നാൽ ആ ബ്രേക്ക് തരാതെ ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി താഴത്തേക്ക് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് വീണ്ടും വന്ന് ഇവിടെ ലിക്വിഡേഷൻ എടുത്തിട്ട് താഴത്തേക്ക് തന്നെ പോകുമെന്ന് തോന്നിയപ്പോഴാണ് നമ്മളിവിടെ എൻട്രി എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ഡിഫോൾട്ട് കണ്ട് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. തിയറിറ്റിക്കലി നമുക്കെല്ലാം പഠിച്ചു വെക്കാനോ അതുപടി തന്നെ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാനോ പറ്റത്തില്ല. നമ്മളത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ത്രൂ എക്സ്പീരിയൻസ് മനസ്സിലാകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ആ മുറയ്ക്ക് നമുക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് അല്ല ഇന്നത്തേത്. ഇന്നത്തെ ഒരു ട്രെൻഡിങ് മാർക്കറ്റാണ്. എന്നാൽ ആദ്യത്തെ ഏതാനും 2 മണിക്കൂറോളം സമയം മാർക്കറ്റ് സൈഡ് വേസ് കാണിച്ചു. അതിന് ശേഷമാണ് മാർക്കറ്റ് ട്രെൻഡിങ് ആയത്. ഓക്കെ, ഇനി ഇത് ട്രെൻഡിങ് മാർക്കറ്റ് ആയിരുന്നു, ഇത് സൈഡ് വേസ് അല്ല, തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ട്രെൻഡിങ് ആകുമായിരുന്നു, അപ്പ് ട്രെൻഡ് ആകുമായിരുന്നു. അപ്പോഴും നമുക്കിവിടെ എൻട്രി എടുക്കാൻ പറ്റും. ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായും അതൊരു റീടെസ്റ്റ് വരും. വലിയൊരു ക്യാൻഡിൽ മുകളിലേക്ക് പോയി അവിടെ ഒരു റീടെസ്റ്റ് വന്നതിന് ശേഷമേ തിരിച്ച് മാർക്കറ്റ് ട്രെൻഡിങ് ആയി പോകത്തുള്ളൂ. അവിടെയും നമുക്ക് എൻട്രി കിട്ടുന്നുണ്ടാകും. അത് വരുന്ന ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ലൈവായിട്ട് അത് കണ്ടുപഠിക്കാം. ഓക്കെ, അപ്പോൾ ട്രെൻഡിങ് ആയാലും സൈഡ് വൈസ് ആയാലും ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യും. അവിടെ എങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കണം എന്നുള്ളത് ത്രൂ എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിലും അതുപോലെ തന്നെ സൈഡ് വൈസ് മാർക്കറ്റിലും നമുക്ക് ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ജേണലിൻ്റെ എക്സൽ ടെംപ്ലേറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജേണൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തെടുക്കുക. ഈ ടെംപ്ലേറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാർക്കും സിമ്പിളായിട്ട് ഇതൊന്ന് കണ്ടിട്ട് ഇതിൻ്റെ മോഡൽ സ്വന്തമായിട്ടൊന്ന് എക്സൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 5-10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതർവൈസ് ട്രേഡിങ്ങിൽ വിജയിക്കാൻ നമുക്ക് വേണ്ട ക്ഷമയാണ്. മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് ടിപ്പ് എടുത്തിട്ട് ട്രേഡ് ചെയ്ത് നമുക്ക് വിജയിച്ച് നല്ലൊരു ട്രേഡർ ആകാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ക്ഷമയും സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എക്സലും സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ആരെ കൊണ്ടും സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഒരുപോലെ തന്നെ വെക്കണോ? അതായത് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഇതാണ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ളത്, നമ്മളിവിടെ എൻട്രി എടുത്തു, അപ്പോൾ നമ്മൾ 0.5% ആണെന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചത്. അതർവൈസ് എല്ലാ ദിവസവും നമ്മൾ 0.5% ആണ് സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ളത്. ഇങ്ങനെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കണോ എന്ന് ചോദിച്ചാൽ യാതൊരുവിധ നിർബന്ധവും ഇല്ല. കാരണം ഇവിടെ നമുക്ക് കാണാം മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഏരിയയ്ക്ക് മുകളിലേക്ക് ഇന്ന് മാർക്കറ്റ് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അത് വളരെ ക്ലോസ് ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഡേ ലാസ്റ്റ് സ്വിംഗ് ഹൈയുടെ മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്വിംഗ് ഹൈ ഇതാണ്. അങ്ങോട്ടേക്ക് 0.32% ഉള്ളൂ. 0.32% എന്ന് പറയുമ്പോൾ അത് നമുക്ക് റിസ്ക് റിവാർഡ് നോക്കുമ്പോൾ നമ്മളിന്ന് ടാർഗറ്റ് എടുത്തേക്കുന്ന ഏകദേശം ഇവിടെയാണ് ടാർഗറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ 1:3 അത് തരും. ഓക്കെ, പക്ഷേ നമുക്ക് ആക്ച്വലി നെറ്റ് കിട്ടിയേക്കുന്ന എത്രയാണ്? 1.12% കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ റിസ്ക് റിവാർഡ് നോക്കുമ്പോൾ 1:3 ആണ്. പക്ഷേ നമുക്ക് നെറ്റ് കിട്ടിയേക്കുന്ന 1.12% ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എടുക്കുമ്പോഴൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 1% പ്രോഫിറ്റ് കിട്ടുന്ന ദിവസമൊക്കെ പ്രോഫിറ്റ് മിനിമം എടുക്കുക. ലോസ് സംഭവിക്കുമ്പോഴൊക്കെ 0.5% ലോസ് കൊടുക്കുക എന്നതാണ് നമ്മളുടെ സ്ട്രാറ്റജി. കാരണം വേറൊന്നുമല്ല, നമുക്ക് 200 ദിവസം ടോട്ടൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് 50-50 വിൻ റേഷ്യോ കിട്ടിയാൽ അപ്പോൾ 200 ട്രേഡിൽ നമുക്ക് 100 ട്രേഡ് വിൻ ചെയ്തു. അപ്പം 100% പ്രോഫിറ്റ് കിട്ടി. ബാക്കി 100 ട്രേഡിൽ 0.5% വെച്ച് നമ്മൾ നഷ്ടം വരുത്തി. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് 50 പോർഷൻ ലോസും സംഭവിക്കും. അപ്പോൾ 50% ലോസും സംഭവിച്ചു. അപ്പം 100 ട്രേഡ് പ്രോഫിറ്റ് വന്നപ്പോൾ 1% വെച്ച് 100% കിട്ടി. അതിൽ നിന്ന് 50% കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് 50% പ്രോഫിറ്റ് 200 ദിവസത്തേക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിവറേജ് എടുക്കുമ്പോൾ 5x ലിവറേജും കൂടെ കൂടിയിട്ട് നമുക്ക് മിനിമം ഒരു വർഷം 100%-ലധികം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിക്റ്റ്ലി 0.5% വെക്കുന്നതാണ്. ഓക്കെ, ഒപ്പം തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി സൈസ് നിങ്ങൾക്കറിയാം, നമ്മൾ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഇപ്പോൾ തെറ്റായിട്ട് അത് കാണിക്കുന്നതാണ്. അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ളതിൻ്റെ പകുതി പോർഷനാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ എടുത്തത് 60 ആണ്. അപ്പോൾ 60 ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് കണ്ടല്ലോ, നമ്മുടെ അക്കൗണ്ടിലുള്ളതിൻ്റെ നേരെ പകുതിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റും ഇത് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രേഡിങ് ഇതൊരു ഒരു ഗെയിം പോലെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വിജയിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ്, നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ടല്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു വർഷം മിനിമം 40 ട്രേഡേ അല്ലെ 40% ട്രേഡേ നമ്മൾ വിജയിക്കുന്നുള്ളെങ്കിൽ പോലും നമുക്കൊരു വർഷം മിനിമം 100% പ്രോഫിറ്റ് എടുക്കാനുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചും നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. പക്ഷേ അപ്പോഴൊക്കെ മിനിമം 1:2 നിങ്ങൾ പാലിച്ചോണം. അല്ലെന്നുണ്ടെങ്കിൽ നെറ്റ് എഫക്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആകുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ മിനിമം റിസ്ക് റിവാർഡ് എപ്പോഴും നിങ്ങൾ എടുക്കേണ്ടത് 1:2 ആണ്. ഓക്കെ, പിന്നത്തെ ഒരാളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 1:1 നമ്മൾ റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടിരുന്നാൽ കൂടുതൽ ട്രേഡ് വിൻ ചെയ്യാൻ പറ്റില്ലേ? ശരിയാണ്, 1:1 നമ്മൾ എടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ട്രേഡ് വിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ 50-50 ഇപ്പോൾ 100 ട്രേഡ് ചെയ്തു. നമുക്കറിയാം ഏതൊരു ട്രേഡിൽ നമ്മൾ ഇറങ്ങുമ്പോഴും അതിൽ വിജയിക്കാനുള്ള സാധ്യത 50-50 ആണ്. അപ്പോൾ നമ്മളെന്താ ഇപ്പോൾ ചെയ്തേക്കുന്നത്? റിസ്ക് റിവാർഡ് വെച്ച് അതിനെ മാനേജ് ചെയ്തുകൊണ്ട് 40% ട്രേഡ് വിജയിച്ചാൽ മതി. 60% ട്രേഡ് തോറ്റാലും നമുക്ക് 100% ഒരു വർഷം പ്രോഫിറ്റ് കിട്ടണം എന്ന രീതിയിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, മനസ്സിലാവും. അപ്പോൾ വളരെ കുറഞ്ഞ ട്രേഡുകൾ, അതായത് 40% ട്രേഡുകൾ മാത്രം വിൻ ചെയ്തുകൊണ്ട് 100% പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ റിസ്ക് റിവാർഡിൽ എടുത്തേക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ 1:1 വെച്ച് കഴിഞ്ഞാൽ ഇത് വിൻ റേഷ്യോ കൂട്ടും. പക്ഷേ വിൻ റേഷ്യോ കൂട്ടും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കപ്പോൾ വിൻ റേഷ്യോ താഴെ പോയാൽ ബൈ ഡിഫോൾട്ട് നമ്മൾ വളരെ വേഗം ലോസിലേക്കും പോകും. അതായത് 70% ട്രേഡ് എങ്കിലും നിങ്ങളിവിടെ വിജയിക്കേണ്ട ആവശ്യം വരും. അതർവൈസ് 50-50% നിങ്ങൾ വിൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഇപ്പോൾ 100 ട്രേഡ് എടുത്തു, 50 ട്രേഡ് ലോസ് ചെയ്തു, 50 ട്രേഡ് പ്രോഫിറ്റ് അടിച്ചു. അപ്പോൾ ഈ 1:1 എടുത്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾ പ്രോഫിറ്റിലാകത്തില്ല. നെറ്റ് എഫക്റ്റ് ചാർജസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ലോസിലായിരിക്കും. സോ ദാറ്റ് 40% വിൻ റേഷ്യോ കിട്ടുന്നുള്ളെങ്കിൽ പോലും നിങ്ങൾ 1:2 ആണ് റിസ്ക് റിവാർഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 1:1 വയ്ക്കാതെ 1:2 എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിൻ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 42% നമുക്ക് കിട്ടുന്നുണ്ട്.
ഇനി 1:2 റിസ്ക് റിവാർഡ് എടുക്കാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് 1:1 ചുരുക്കാൻ നോക്കുന്നത്? ഈ 1:2 കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടാണ് അല്ലേ? അപ്പോൾ ആ പേടി വന്നിട്ടാണ് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതേ പേടി നമ്മളെയും പിടിവിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പ്രോഫിറ്റ് എടുത്ത എല്ലാ ദിവസങ്ങളിലും തന്നെ ഓൾമോസ്റ്റ് ഡേയ്സ് നമ്മൾ എടുത്തേക്കുന്ന 1:2 റിസ്ക് റിവാർഡേ എടുത്തിട്ടുള്ളൂ. 1:3 നമ്മൾ ഒരു ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നാൽ മാർക്കറ്റ് കൊടുത്തേക്കുന്നു 1:5 2 ദിവസം കൊടുത്തു, ഇന്നും കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 1:5 നമ്മൾ എന്തുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞ്? നമുക്ക് പേടി ഉണ്ടായിരുന്നുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞ്. ഇനി ഒരു ദിവസം മാത്രമേ 1:2 മാർക്കറ്റ് കൊടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാ ദിവസവും 1:3 എബോയാണ് മാർക്കറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ പേടി മാറുമ്പോഴാണ് നമുക്ക് ഹയർ റിസ്ക് റിവാർഡ് എടുക്കാൻ പറ്റുന്നത്. ഹയർ റിസ്ക് റിവാർഡ് എടുക്കുക മീൻസ് ലോ വിൻ റേഷ്യോയിൽ ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് ഒരു ട്രേഡർക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവിടെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ പേടി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ പേടി മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നും അറിയാമായിരുന്നു മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു. മാർക്കറ്റ് നമുക്ക് ഇവിടെ ടാർഗറ്റ് 1:5 ഇവിടെ തരുമായിരുന്നു എന്ന് നമുക്ക് ഇന്നും അറിയാമായിരുന്നു. നമ്മളത് ചെയ്ത് വെച്ചിരുന്നതാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ മുന്നേ അടയാളപ്പെടുത്തി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഇന്ന് അവിടം വരെ പോകുമെന്ന് നമുക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നതാണ്. നമ്മളത് അടയാളപ്പെടുത്തിയിരുന്നതാണ്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചാർട്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരുന്നതാണ്. ഓർഡർ ബ്ലോക്ക് ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ താഴത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതിനെയും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇതാ ഇവിടെ വരെ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മളങ്ങ് ജൂൺ 5 ചാർട്ടിൽ നിന്നാണ് ഈ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. കണ്ടല്ലോ, ജൂൺ 4 ഇവിടെ ടച്ച് ചെയ്തിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ആയാൽ ഇവിടെ വരെ വരാനുള്ള സാധ്യത നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇത് ഇന്ന് മാത്രമല്ല, നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഇവിടെയും ഒക്കെ വരാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തിയിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അതിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഭയം കൊണ്ടാണ്. കാരണം നമുക്ക് ഈ 1:2 എന്ന് പറഞ്ഞത് കുറഞ്ഞു പോകുമോ എന്ന പേടി കൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി പേടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ റിസ്ക് റിവാർഡ് 1:1 കുറയ്ക്കുകയല്ല വേണ്ടത്. റിസ്ക് റിവാർഡ് കൂട്ടിക്കൊണ്ട് വിൻ റേഷ്യോ കുറഞ്ഞാലും പ്രോഫിറ്റിലെത്താനുള്ള മാർഗം കണ്ടെത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് നമുക്ക് നമ്മുടെ ജേണലിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. കാരണം 1:5 2 തവണ കൊടുത്തിട്ടുണ്ട്. 1:2 എബോ ഓൾമോസ്റ്റ് ഡേയ്സ്, അതായത് നോക്കിക്കഴിഞ്ഞാൽ 5 ദിവസവും 1:2 മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 9 ദിവസവും 1:2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നമ്മുടെ ഇന്നത്തെ ട്രേഡിലേക്ക് നമുക്ക് വരാം. ഇന്നത്തെ ട്രേഡ് നമ്മൾ ഓൾറെഡി വിശകലനം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ ബുക്കിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. ഇവിടെ നമ്മൾ പറഞ്ഞു 2 ട്രേഡ് എടുത്തിരുന്നു. സിപ്ലക്കകത്ത് നമുക്ക് തെറ്റുപറ്റി, നമുക്കത് ലോസ് അടിച്ചിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ട്രേഡ് നമ്മൾ ONGCയിൽ എടുക്കുന്നത് ഷോർട്ട് സെല്ലാണ് ചെയ്തത്. 11:50 നമ്മൾ ചെയ്തത്. നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആയേക്കുന്ന പ്രൈസ് വരുന്നത് 236 രൂപ 90 പൈസയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ ONGCയുടെ നിങ്ങൾക്ക് ഈ താഴത്തെ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ കാണാം, ഇന്നത്തെ ONGCയുടെ ഹൈ എന്ന് പറയുന്നത് 237 രൂപയാണ്. 10 പൈസ മാത്രമേ നമ്മളിവിടെ മിസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഇന്ന് എടുക്കാവുന്ന ബെസ്റ്റ് പ്രൈസിൽ തന്നെ നമുക്കിവിടെ എൻട്രി കിട്ടിയിട്ടുണ്ട്. ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒപ്പം നമ്മൾ പറഞ്ഞു, നമ്മളിതിവിടെ അടയാളപ്പെടുത്തിയിരുന്നതാണ്, ഈ എൻഡിലേക്ക് നമുക്ക് ടാർഗറ്റും ചെയ്യാമായിരുന്നതാണ്. പക്ഷേ അതിനുള്ള ധൈര്യം നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരവും നമ്മുടെ ക്ഷമ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ 200 ദിവസം വരെ 1:2 തന്നെ മാക്സിമം എടുത്തുകൊണ്ടിരിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മിസ് ചെയ്ത് കളയുന്നതാണ്. അത് പൊക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇനി 60 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് റിവാർഡ് കൂട്ടുന്നുണ്ടാവും, നമ്മുടെ ക്യാപിറ്റൽ കൂടുതൽ ഇതിലേക്ക് ഇറക്കുന്നുണ്ടാവും, കോമ്പൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ BTCയും ഒപ്പം തന്നെ ട്രേഡുകളിലും കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോ വളരെ നല്ല രീതിയിൽ നമ്മൾ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി അല്ല, അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെ അത് കാണുന്നതും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുന്നതും നല്ലതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെയും നന്ദി. താങ്ക് യു.